തൊപ്പി എന്ന് വിളിക്കുന്ന നിഹാദ്. ആ ചെറുപ്പക്കാരനിലുണ്ടായ മാറ്റം അത് വല്ലാതെ അത്ഭുതപ്പെടുത്തുന്ന ഒന്നാണ്. ആ ചെറുപ്പക്കാരനിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ആ മാറ്റങ്ങൾക്ക് ശേഷം അത് ആ ചെറുപ്പക്കാരന്റെ വാക്കുകളിൽ നിന്നും പ്രവർത്തനങ്ങളിൽ നിന്നും ആ മാറ്റം എത്രത്തോളം മാറിയിട്ടുണ്ട് എന്നുള്ളത് നമുക്ക് വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അത്തരത്തിൽ ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വെച്ച ആ ഓരോ കാര്യങ്ങളെക്കുറിച്ചും ഞാൻ വീഡിയോ ചെയ്യുന്ന സമയത്ത് അതിൽ വളരെയധികം ശ്രദ്ധേയമായി തോന്നിയ ചില കാര്യങ്ങളായിരുന്നു തൊപ്പിയുടെ ഉമ്മയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കമന്റുകൾ. തൊപ്പിയുടെ ആ മാറ്റത്തിന് പിന്നിൽ ഉമ്മയാണെന്നും ഉമ്മയുടെ പ്രാർത്ഥന തന്നെയാണെന്നും ആ ഉമ്മ നല്ല സ്വാലിഹത്തായ ഉമ്മയാണെന്നൊക്കെ ഒരുപാട് ആളുകൾ താഴെ കമന്റ് ചെയ്തിരുന്നു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്തരം കമന്റുകൾ കണ്ടപ്പോൾ ഞാൻ ആദ്യം മുഖവിലക്കെടുത്തില്ല എന്നുള്ളതാണ്. പക്ഷെ ആ ഉമ്മ എത്രത്തോളം സ്വാലിഹത്തായ ഒരു ഉമ്മയാണ് എന്നുള്ളത്, പടച്ചറബിനെ അവർ എത്രത്തോളം ഭയന്നുകൊണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മയാണ് എന്നുള്ളത്, തന്റെ ജീവിതത്തിൽ എത്രത്തോളം സൂക്ഷ്മത പുലർത്തിക്കൊണ്ട് ജീവിക്കുന്ന ഒരു ഉമ്മയാണ് എന്നുള്ളതിനെ കുറിച്ചൊക്കെ അത് മനസ്സിലാക്കി തരുന്ന ചില കാര്യങ്ങൾ തൊപ്പി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞു വെക്കുകയുണ്ടായി. അതിനു മുമ്പ് MRC അബു എന്ന് പറയുന്ന, അതായത് തൊപ്പിയുടെ ഗ്യാങ്ങിലുള്ള ഒരു പയ്യനായിട്ടുള്ള അബു എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരൻ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് സമൂഹ മാധ്യമങ്ങളിൽ കുറിച്ചൊരു കുറിപ്പിങ്ങനെയാണ്: തൊപ്പിയുടെ ഉമ്മാന്റെ ഏറ്റവും വലിയ ആഗ്രഹമായിരുന്നു ഉംറയ്ക്ക് പോവുക എന്നത്. ചെറുപ്പത്തിൽ ഉമ്മ തൊപ്പിയോട് പറയുമായിരുന്നു ഹജ്ജിനും ഉംറയ്ക്കുമൊക്കെ പോകണമെന്ന്. ബട്ട് ഇപ്പോഴും അവർക്ക് ഉംറയ്ക്ക് പോകാൻ പറ്റിയിട്ടില്ല. അങ്ങനെ തൊപ്പി നൈസായിട്ട് അനിയന്റെ പേരും പറഞ്ഞ് ഉപ്പാനെയും ഉമ്മാനെയും ഉംറയ്ക്ക് കൊണ്ടുപോകാൻ നോക്കിയായിരുന്നു. ബട്ട് അവർക്കെങ്ങനെയോ ഇതിന് പിന്നിലുള്ളത് തൊപ്പിയാണെന്നറിഞ്ഞപ്പോൾ അവർ ആ ഉംറ പോക്ക് ക്യാൻസലാക്കി. ബിക്കോസ് ഹറാമായ പൈസ ഞങ്ങൾക്ക് വേണ്ട എന്നായിരുന്നു അവരുടെ മറുപടി. ഇതാണ് ചില എക്സ്ട്രീം മുസ്ലിം ഫാമിലീസിന്റെ പ്രത്യേകത. എത്ര കോടികൾ കണ്ടാലും അവരെ കണ്ണ് മഞ്ഞളിക്കില്ല. നല്ല രീതിയിലുള്ള ക്യാഷ് ആണെന്ന് തോന്നിയാലേ അവർ അത് ഉപയോഗിക്കൂ. ഇതാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ആ ചെറുപ്പക്കാരൻ കുറിച്ച ആ ഒരു പോസ്റ്റ്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് തൊപ്പി ഇക്കാര്യത്തെക്കുറിച്ച് വളരെയധികം വ്യക്തമായി കൊണ്ട് തന്നെ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ പറയുകയുണ്ടായി. ആ വീഡിയോ നമുക്കൊന്ന് കാണാം. അല്ല, അത് പക്ഷേ ആ കാര്യമല്ല, ഞാൻ മാക്സിമം ട്രൈ ചെയ്തടാ. നൈസായിട്ട് എനിക്ക് ഉപ്പാനും ഉമ്മ പണ്ട് മുതലേ ചെറുപ്പം മുതലേ എന്നോട് പറയുന്ന ഒരു കാര്യമാണ് ഉമ്രക്കമാണെന്നുള്ളത്, മനസ്സിലാവും. അപ്പൊ അതെങ്ങനെയെങ്കിൽ ഒരറിയാണ്ട് നടത്താൻ വേണ്ടി ഞാൻ ട്രൈ ചെയ്തു, മനസ്സിലാവും. അനിയനെ മുന്നിൽ നിർത്തിച്ചിട്ട് കളിക്കാൻ നോക്കി. പക്ഷെ അനിയന്റെ എന്തായാലും അത്രയും പൈസ ഉണ്ടാവില്ല എന്ന് അവർ എങ്ങനെയോ മനസ്സിലാക്കി. എങ്ങനെയോ എന്താ ആരോ പറഞ്ഞു കൊടുത്ത അനിയൻ ജോലിക്ക് തട്ടി കുറച്ച് ദിവസമായിട്ടുള്ളൂ. അപ്പൊ എന്തായാലും ഓൻ കൊണ്ടുപോകില്ലാന്ന് അവർക്ക് അറിയാം. അപ്പൊ ശരിക്കും എങ്ങനെയോ അന്വേഷിച്ച് കണ്ടുപിടിച്ച് ഞാനാ നിന്റെ പുറകിൽ നിന്ന് കണ്ടുപിടിച്ചു. അപ്പൊ അറാബിന്റെ പൈസക്ക് ഉമ്രക്ക് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. എന്ത് ചെയ്യാനോ? നമുക്കറിയാം, ഏതൊരു മുസ്ലിം മത വിശ്വാസി സംബന്ധിച്ചിടത്തോളം അവരുടെ ഏറ്റവും വലിയൊരു ആഗ്രഹമാണ് മരിക്കുന്നതിന് മുമ്പ് ഒരു വട്ടമെങ്കിലും പരിശുദ്ധമാക്കപ്പെട്ട ഹജ്ജും ഉംറയും ചെയ്യണമെന്നുള്ളത്. അത്തരമൊരു മഹത്തായ ഒരു കർമ്മം ജീവിതത്തിൽ ഒരു തവണയെങ്കിലും നിർവഹിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു മുസ്ലിമും ഈ ഭൂമി ലോകത്തുണ്ടാവുകയില്ല എന്ന് നമുക്ക് നിസ്സംശയം പറയാം. അത്തരത്തിൽ തൊപ്പിയുടെ ഉമ്മയും ആഗ്രഹിക്കുകയാണ് ഉംറയ്ക്ക് പോകണമെന്നുള്ളത്. തൊപ്പിയുടെ ചെറുപ്പത്തിൽ തന്നെ ആ ഉമ്മ തന്റെ വലിയ ആഗ്രഹത്തെക്കുറിച്ച് മകനോട് പറയുന്നുണ്ട്. പക്ഷേ തൊപ്പിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ലക്ഷക്കണക്കിന് രൂപയുടെ സമ്പത്തുണ്ട്. ലക്ഷക്കണക്കിന് രൂപയാണ് ഓരോ ദിവസവും ദിനംപ്രതി സമൂഹ മാധ്യമങ്ങളിലൂടെ തൊപ്പി എന്ന് പറയുന്ന ആ ഒരു യൂട്യൂബർ അല്ലെങ്കിൽ ഒരു വ്ളോഗർ സമ്പാദിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ തന്റെ കയ്യിലേക്ക് സമ്പാദ്യം വന്ന സമയത്ത് ആ ചെറുപ്പക്കാരൻ തന്റെ ഉമ്മ പണ്ട് കാലത്ത് പറഞ്ഞു വെച്ച ആ ഒരു ആഗ്രഹം, ഉംറയ്ക്ക് കൊണ്ടുപോകണമെന്നുള്ള ആഗ്രഹം പൂർത്തീകരിക്കുവാൻ വേണ്ടി അതിന് തയ്യാറെടുക്കുകയാണ്. എന്നാൽ തന്റെ മകൻ സമ്പാദിക്കുന്നത് ഹറാമായ സമ്പാദ്യമാണ് എന്ന് മനസ്സിലാക്കിയ ഉമ്മ അതിന് തയ്യാറാകുന്നില്ല. അങ്ങനെ തയ്യാറാകാതെ വന്ന സമയത്താണ് തൊപ്പി എങ്ങനെയെങ്കിലും തന്റെ അനിയനെ വെച്ചുകൊണ്ട് ഉമ്മയുടെ ആ ഒരു ആഗ്രഹം നിറവേറ്റി കൊടുക്കുവാൻ വേണ്ടി മുന്നിട്ടിറങ്ങിയത്. എന്നാൽ ഇതിന്റെ പിന്നിൽ തന്റെ ഇളയ മകനല്ല, നേരെ മറിച്ച് മൂത്ത മകനായിട്ടുള്ള നിഹാദാണ് എന്നുള്ളത് ആ ഉമ്മ മനസ്സിലാക്കുകയാണ്. തന്റെ മൂത്ത മകൻ സമ്പാദിക്കുന്ന ഹറാമായ പൈസ കൊണ്ട് തനിക്ക് ഉംറ ചെയ്യണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഉമ്മ അത് നിരാകരിക്കുകയാണ്. നോക്ക്, ഇതിൽ നിന്നും ആ ഉമ്മ എത്രത്തോളം ദീനിയായി ജീവിക്കുന്ന, തന്റെ ജീവിതത്തിൽ ഓരോ കാര്യങ്ങളിലും എത്രത്തോളം സൂക്ഷ്മത പുലർത്തി ജീവിക്കുന്ന ഒരു ഉമ്മയാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഇതോടൊപ്പം തന്റെ ഉമ്മയും ഉപ്പയും ഉംറയ്ക്ക് കൊണ്ടുപോകുവാൻ വേണ്ടി തൊപ്പി ഒരു ട്രാവൽ ഏജൻസിയുമായി കോൺടാക്ട് ചെയ്തിരുന്നു. ആ ട്രാവൽ ഏജൻസിയുടെ ഒരു വ്യക്തി അതിനെക്കുറിച്ച് പറയുന്ന കാര്യങ്ങൾ കൂടി നമുക്കൊന്ന് കേൾക്കാം. തൊപ്പി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുട്ടികൾ ഇത് നമ്മുടെ ട്രാവൽ ഏജൻസി, ഞാനൊരു ട്രാവൽ ഏജൻസിന് ആവശ്യമുണ്ടായിട്ട് ഇവരെ കോൺടാക്ട് ചെയ്തതാ. ഇവർ ഫേമസ് ആയ തൊപ്പി എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ കുട്ടികളുടെ ഇടയിൽ സ്ട്രീമിങ്ങും വീഡിയോസും ഒരുപാട് ചെയ്യുന്ന ആളാണ് അദ്ദേഹം. എൻ്റെ ഒരു സുഹൃത്തു കൂടിയാണ്. കുറച്ചു ദിവസം മുമ്പ് എന്നെ കോണ്ടാക്ട് ചെയ്തിരുന്നു. അദ്ദേഹം എന്നോട് പറഞ്ഞത് എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഉംറക്ക് കൊണ്ടുപോകണം. അതായത് തൊപ്പി, നിഹാദ് എന്ന തൊപ്പി പറഞ്ഞ വാക്കാണ്. എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഉംറക്ക് കൊണ്ടുപോകണം. പക്ഷെ
അതിന് എത്ര രൂപയാണോ ചിലവ്, ആ എമൗണ്ട് മുഴുവനായിട്ട് ഞാൻ തരാം. അവനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏതെങ്കിലും ട്രാവൽ ഏജൻസി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ സൗജന്യമായിട്ടും എന്ത് ചെയ്യാൻ പറ്റും, അവരെ ഉംറ കൊണ്ടുപോകാൻ പറ്റും. പക്ഷെ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് അവൻ പറഞ്ഞത് അതിന് A to Z എത്രയാണോ ചിലവ് വരുന്നത് ആ മുഴുവൻ തുകയും ഞാൻ തന്നിട്ട് നിങ്ങൾക്ക് ഉംറക്ക് കൊണ്ടുപോകാൻ പറ്റുമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരൊന്ന് ഉംറക്ക് കൊണ്ടുപോകണം എന്ന് പറഞ്ഞ് ഞങ്ങൾ കോണ്ടാക്ട് ചെയ്യുകയും പക്ഷെ നമ്മൾ സംസാരിക്കുകയും പക്ഷെ അവരുടെ ഉപ്പയും ഉമ്മയും ഇപ്പൊ ഉംറക്ക് പോകുന്നില്ലെന്ന് അറിയിക്കുകയും മാത്രമല്ല ഉപ്പയമ്മയും പോകില്ലെന്ന് പറഞ്ഞടാ, ഹറാമിന്റെ പൈസക്ക് പോകില്ലെന്ന് പറഞ്ഞടാ. ഞാൻ നൈസായിട്ടില്ലേ, ഞാൻ നല്ല ട്രിക്കെല്ലാം ഇട്ട് നോക്കി, പക്ഷെ നടന്നില്ല. ഞാൻ നൈസായിട്ടില്ലേ, അതായത് ഞാൻ ആദ്യം എൻ്റെ പേര് പറയേണ്ടത് ഇവനെ ഞാൻ കോൺടാക്ട് ചെയ്തു, ഒരു ട്രാവൽ ഏജൻസിനെ വേണമായിരുന്നു. അപ്പം ഇവനെ ഞാൻ വിളിച്ച് ഞാൻ പറഞ്ഞ എൻ്റെ അനിയൻ ദുബായിലുണ്ട്, അപ്പം എൻ്റെ അനിയനെ കോൺടാക്ട് ചെയ്തിട്ട് അനിയനോട് ഈ കാര്യങ്ങൾ സംസാരിച്ചിട്ട് അനിയൻ ഉമ്മാനും ഉപ്പാനും ഉംറക്ക് പോകുന്ന ലെവലിൽ സംസാരിച്ച് നൈസായിട്ട് ഉംറക്ക് കൊണ്ടുപോകാന്ന് പറഞ്ഞ് ഞാൻ പ്ലാൻ ആക്കിയതാ. പക്ഷെ അവർക്ക് എങ്ങനെയോ മനസ്സിലായി ഇതിന്റെ പിന്നിൽ ഞാനാണ്. അങ്ങനെ അവർ പോകുന്നില്ല പറഞ്ഞു, അങ്ങനെ ക്യാൻസൽ ചെയ്തു. അല്ല, അവന് എന്ത് ചെയ്ത് അവന്റെ അനിയൻ ഷാനുവിന്റെ നമ്പർ എന്നിട്ട് ഞങ്ങൾ ഇവനായിട്ട് കോൺടാക്ട് ചെയ്തിട്ട് ഇവൻ വഴിയാണ് ഉംറക്ക് പോകണമെന്ന് അറിയിച്ചിട്ടെങ്കിലും നിങ്ങൾ എൻ്റെ ഉമ്മയെയും ഉപ്പയെയും ഒന്ന് ഉംറക്ക് കൊണ്ടുപോകണമെന്ന് തൊപ്പി പറയുമ്പോൾ അപ്പം എന്നാലും ഭാവിയിലെല്ലാം ശരിയാവും നമുക്ക് പ്രതീക്ഷിക്കാം. എനിവേസ് നോക്കിതിനാ ചെറുപ്പക്കാരൻ അവസാനമായി പറഞ്ഞു വയ്ക്കുന്ന കാര്യം ഭാവിയിലെല്ലാം ശരിയാകുമെന്ന് പ്രതീക്ഷിക്കാമെന്നാണ്. അങ്ങനെ തന്നെ എല്ലാം ശരിയായി വരുമെന്ന് നമുക്കെല്ലാവർക്കും പ്രതീക്ഷിക്കാം. നോക്ക്, ഇവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ചതുപോലെ തൻ്റെ ഉമ്മയുടെ പ്രാർത്ഥന കൊണ്ടാണ് ആ ചെറുപ്പക്കാരനിൽ ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടായി എന്ന് പലരും പറഞ്ഞു വെക്കുമ്പോൾ തീർച്ചയായും അത് അക്ഷരാർത്ഥത്തിൽ 100% ശരിവെക്കേണ്ടി വരും. കാരണം അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന, ജീവിതത്തിൽ ഇത്രയധികം സൂക്ഷ്മത പുലർത്തുന്ന ആ ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. തൊപ്പിയും കുടുംബവുമായിട്ട് വർഷങ്ങളായി അകന്നു ജീവിക്കുന്നവരാണ്. തൻ്റെ കുടുംബത്തെക്കുറിച്ച് പറയുന്ന സമയങ്ങളിലൊക്കെ തൊപ്പി ആ ഒരു കാര്യം വളരെയധികം സങ്കടത്തോടു കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്. ഒരു അഭിമുഖത്തിൽ തൻ്റെ ഉപ്പയുടെ ശബ്ദം പോലും അത് മറന്നുപോയെന്ന് ആ ചെറുപ്പക്കാരൻ പറഞ്ഞു വെക്കുന്നുണ്ട്, വളരെയധികം വിഷമത്തോടു കൂടി. അതിൽ നിന്നും നിഹാദ് എത്രത്തോളം തൻ്റെ കുടുംബവുമായി അകന്നു ജീവിക്കുന്നുണ്ട് എന്നുള്ളത് നമുക്കെല്ലാവർക്കും വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. അതോടൊപ്പം ഇതിലാ ഉമ്മ പറഞ്ഞു വെച്ച ആ ഒരു കാര്യം അതിനെക്കുറിച്ച് പറഞ്ഞു പോയേ മതിയാവൂ. ജീവിതത്തിൽ തനിക്ക് കിട്ടുന്ന സമ്പാദ്യം അത് ഹലാലാണോ ഹറാമാണോ എന്നും നോക്കാതെ എങ്ങനെയെങ്കിലും ജീവിച്ചു പോയാൽ മതി എന്ന് ചിന്തിക്കുന്ന ആളുകളുള്ള ഈ ഒരു കാലഘട്ടത്തിലാണ് ഈ ഉമ്മ പറഞ്ഞ ഒരു വാക്കുകൾ വളരെയധികം ശ്രദ്ധേയമായി മാറുന്നത്. നമുക്കറിയാം, ഹജ്ജിനും ഉംറയ്ക്കും വേണ്ടി ഉപയോഗിക്കേണ്ടത് അത് ഹലാലായ സമ്പത്തായിരിക്കണം. അത് നിർബന്ധമായ കാര്യമാണ്. കാരണം ഹലാലായ സമ്പത്തിലൂടെയുള്ള ഇബാദത്ത് മാത്രമേ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയുള്ളൂ. ഹറാമായതോ ഹറാമെന്ന് സംശയിക്കപ്പെടുന്നതോ ആയ ധനം കൊണ്ടുള്ള ഹജ്ജോ ഉംറയോ അതൊരിക്കലും അനുവദനീയമല്ല, അതൊരിക്കലും സ്വീകരിക്കപ്പെടുകയുമില്ല. ഒരു ഹദീസിൽ കാണാം, ഹലാലായ സമ്പത്ത് ഉപയോഗിച്ച് ഹജ്ജിന് പുറപ്പെട്ട ഹാജി ലബ്ബൈക്ക് അല്ലാഹുമ്മ പറയുമ്പോൾ ആകാശത്തിൽ നിന്ന് മറുപടിയായിക്കൊണ്ട് ലബ്ബൈക വസഅദൈക എന്ന് പറയുന്നതാണ്. അഥവാ നിന്റെ സമ്പത്തും യാത്രാ ഭക്ഷണ വാഹനവും ഹലാലാകുന്നു, നിന്റെ ഹജ്ജ് സ്വീകരിക്കപ്പെടുകയും പുണ്യമായി ഗണിക്കപ്പെടുകയും ചെയ്തിരിക്കുന്നു. എന്നാൽ അതേ സമയത്ത് ഹറാമായ ധനവുമായി ഹജ്ജിന് പുറപ്പെട്ടുകൊണ്ട് ലബ്ബൈക്ക് പറയുന്ന ഹാജിക്ക് മറുപടിയായി ലാ ലബ്ബൈക വലാ സഅദൈക എന്ന് ആകാശത്തിൽ നിന്ന് മറുപടി പറയപ്പെടുന്നതാണ്. അഥവാ നിന്റെ യാത്രാ ഭക്ഷണവും ചിലവും വാഹനവും ഹറാമും ഹജ്ജ് പാപം കലർന്നതുമാകുന്നു. ആയതിനാൽ അതിന് അള്ളാഹുവിന്റെ സമക്ഷം സ്വീകാര്യതയില്ല. നമുക്കറിയാം, മക്കളെ വളരെയധികം നെഞ്ചോട് ചേർത്ത് അതിരിട്ട് സ്നേഹിക്കുന്നവരാണ് ഉമ്മമാർ. ആ ഉമ്മമാരുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല. അത്തരത്തിലുള്ള ഒരു ഉമ്മ, അതും ജീവിതത്തിൽ വളരെയധികം സൂക്ഷ്മത പുലർത്തുന്ന ആ ഒരു ഉമ്മയുടെ പ്രാർത്ഥന അള്ളാഹു സ്വീകരിക്കാതിരിക്കുകയില്ല.